ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന കക്ഷികളാണ് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരും ഇന്ത്യയിലെ മുഴുവൻ രാജാക്കന്മാരും. എന്തുകൊണ്ട് ഇന്ത്യയിൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ, പോകം വഴിക്ക് ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ വഴിയിൽ തുപ്പരുത്, തുപ്പിയാൽ ബ്രാഹ്മൺ സത വഴി വന്നാൽ അശുദ്ധരാകും, ആ സ്ഥലത്ത് നടന്നാൽ എന്നുള്ള ഭീതി നിമിത്തം കഴുത്തിലൊരു കുടം കെട്ടി, കാൽപാദം നിലത്തെ മണ്ണിൽ പതിഞ്ഞാൽ അത് തൂത്തുകളയാൻ അരയിലൊരു ചൂലും കെട്ടി. നമ്മുടെ രാജ്യത്ത് മഹത്തരമായ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. മഹത്തരമായ ഗ്രന്ഥങ്ങളും സാഹിത്യകൃതികളും ഉണ്ടായിരുന്നു, ഗവേഷകരുണ്ടായിരുന്നു, പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. സംസാരിക്കല്ലേ. ശാസ്ത്ര സാങ്കേതിക സിദ്ധാന്തങ്ങളും ആശയങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരം ആശയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ എൻ്റെ ഒരു ചെറിയ ചോദ്യം, നമ്മുടെ ഏതെങ്കിലും പുരാതന സാഹിത്യത്തിൽ ഈ പണിയെടുക്കുന്നവനെ ബഹുമാനിച്ചിട്ടുള്ള ഒരു വേദവാക്യം കാണിക്കാമോ? ഒറ്റ കാര്യം മനസ്സിലായില്ല. നമ്മളത് കഴിഞ്ഞ് ഇവിടെ നിന്ന് അല്പം ചായ കുടിച്ചെന്ന് കുട്ടിക്കോ. ഓരോ പേപ്പർ ഗ്ലാസ്സിൽ നമുക്ക് ഓരോ ചായ തന്നു. ചായ കുടിച്ചിട്ട് ഈ ഗ്ലാസ് എടുത്ത് ഇതാ ഇവിടേക്കിടുന്ന എന്നെ അല്ലെ നിങ്ങളെ നാട്ടുകാരൻ വിളിക്കും സാറേ. ആ ഗ്ലാസ് പെറുക്കി ശുദ്ധിയാക്കി വൃത്തിയാക്കി അവിടെ കത്തിക്കുന്ന മനുഷ്യനെ നോക്കി വിളിക്കും തോട്ടി. അപ്പോൾ മാലിന്യമുണ്ടാക്കിയവൻ സാറും അത് വൃത്തിയാക്കിയവൻ മോശക്കാരനും. അങ്ങനെയല്ലേ? ഒരു സ്ഥലം മലിനപ്പെടുത്തിയവൻ മോശപ്പെട്ടു, വലിയ മാന്യൻ. KSRTC ചെല്ല്, അവിടെ മോശപ്പെട്ട മനുഷ്യരല്ല ഈ പണി ചെയ്യുന്നത്, വലിയ മാന്യന്മാർ വന്നാണ് ഇതെടുത്ത് അങ്ങോട്ട് ഇടുന്നത്. അത് പെറുക്കി ശുദ്ധിയാക്കാൻ തദ്ദേശ സ്ഥാപനം അയച്ച കുറേ സഹോദരിമാരുണ്ട്, ഹരിത കർമ്മസേനയുടെ. വലിയ ജോലി അവരാ ചെയ്യുന്നത്. അവരെ കാണുമ്പോൾ അവരെന്തോ കുറഞ്ഞ ആളാണെന്ന് തോന്നുന്ന ഒരു സംസ്കാരം നമുക്കങ്ങനെ ഉണ്ടായേ. മാലിന്യം ഉണ്ടാക്കിയവൻ മാന്യനാണ് നമ്മുടെ രാജ്യത്ത്, അവന് വലിയ ബഹുമാനമാണ്. പക്ഷെ അത് പെറുക്കിക്കളഞ്ഞ ആളിനോട് മതിപ്പില്ല. ഒരു സംഭവം ഞാൻ പറയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുക. ആ ഘട്ടത്തിൽ അവർ ഇന്ത്യ വിട്ട് പോകേണ്ട സമ്മർദ്ദങ്ങളുണ്ടായി. ആ സമ്മർദ്ദങ്ങളിൽ ഏറ്റവും പ്രധാനം നാവികപ്പടയിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരാകെ 1,00,000 പേരേ ഉള്ളൂ. അന്ന് ഇന്ത്യക്കാരായ നമ്മുടെ എണ്ണം 30 കോടിയാണ്. നമ്മളെല്ലാം കൂടെ ചുമ്മാ ഓരോ ചെറിയ കല്ലെടുത്തെറിഞ്ഞാൽ അവർ പോയേനെ. 30 കോടി നമ്മൾ, ഒരു 1,00,000 പേരും. ചെറിയ കല്ലെടുത്ത് സായിപ്പേ പോകുമെന്ന് പറഞ്ഞെറിയാൽ അവർ പോയേനെ. അത്രയും അംഗബലം നമ്മളുണ്ട്. അവരെത്രേ ഉള്ളൂ? 1,00,000. 30 കോടി വേണ്ട, നമ്മളതിൽ 1% ആളുകൾ പ്രതികരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ 1-2 ലോകമഹായുദ്ധങ്ങൾ അതിശക്തിപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രിട്ടന് വലിയ പരാജയമായി. പട്ടാളക്കാരൊക്കെ ഒത്തിരി മരിച്ചു. അപ്പോൾ ബ്രിട്ടൻ പതുക്കെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ തീരുമാനിച്ചു. ആ കൂടെ നാവികപ്പട, അതിനൊക്കെ ഉള്ളിൽ പട്ടാളക്കാർക്കിടയിൽ ആഭ്യന്തര കലഹമുണ്ടായി, പ്രശ്നമായി. അല്ലാതെ നമ്മൾ പട്ടിണി ഇരുന്ന ഉപ്പ് സത്യാഗ്രഹം കൊണ്ടൊന്നും ബ്രിട്ടീഷുകാർ പോയതല്ല. നമ്മൾ കുറേ പേര് പട്ടിണി ഇരുന്ന അവരാ പാവങ്ങൾ, പട്ടിണി ഇരിക്കുന്നവർക്ക് അവരെ കാണത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ചരിത്രത്തിൽ കാണുന്ന പോലെ സ്കൂളിൽ പഠിക്കുന്നവരെന്നുള്ള കഥകൾ അതൊക്കെ പോട്ടെ. അതുപോലെ സുഭാഷ് ചന്ദ്രബോസിനെ പോലൊക്കെയുള്ള ആളുകൾ കുറെ കൂടി പവർഫുള്ളായി സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ടു, ആക്ഷനുകളുണ്ടായി. ഇതിനൊക്കെ ശേഷമാണ് ബ്രിട്ടീഷുകാർ പോയേക്കാന്ന് വെച്ചത്. 1857 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ചു. 57 ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം നിർത്തി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ പക്കലായി ഭരണം. ഈ വ്യതിയാനം മനസ്സിലാക്കണം. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1902 ആരംഭിച്ച് അന്ന് രജിസ്റ്റർ ചെയ്ത് 1602 ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആ സംഗതി തീരുന്നത് നമ്മുടെ 1857 വരെ, 857 വരെ ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് ഭരണം അവസാനിപ്പിച്ചു പോരാൻ പാർലമെൻറ്റ് പറയാനൊരു കാരണമുണ്ട്.
ഇവിടേക്ക് കച്ചവടത്തിന് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യക്കാരുമായി അലിഖിതമായൊരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിലോ നിങ്ങളുടെ ജീവിതചര്യയിലോ ഒന്നും ഞങ്ങൾ ഇടപെടുകയില്ല. ഞങ്ങൾ കച്ചവടത്തിന് വന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം, ഞങ്ങളുടെ വിശ്വാസമോ മതമോ ആധ്യാത്മികതയോ ഒന്നും ഇവിടെ പ്രചരിപ്പിക്കില്ല. അത് ശരിയായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ സുവിശേഷം ഇന്ത്യയിൽ പറയുന്നതിനെതിരായിരുന്നു. ചിലർക്കത് അറിയില്ല. ചില ധരിച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാർ വന്നപ്പോൾ കിട്ടിയാണ് ബൈബിളല്ല. ബ്രിട്ടീഷുകാരുടെ കൂടെ വിസയില്ലാതെയും അനധികൃതമായും ഇന്ത്യയിൽ അന്ന് യാത്ര ചെയ്തു വന്ന ആളുകളാണ് മിഷണറിമാർ. ആധുനിക മിഷൻ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വില്യങ്കേരിക്കും വിസ കിട്ടിയില്ല. 3 മാസം വിസ കിട്ടാതെ കപ്പലിൽ അലഞ്ഞു വില്യങ്കേരി. അവർക്കൊന്നും പ്രവർത്തിക്കാൻ അനുവാദമില്ല. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പള്ളിയൊക്കെ അവർക്ക് ആരാധിക്കാനാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ വിശ്വാസം കേവലം ബൈബിളിൻ്റെ പ്രചരണമല്ല. ആ ബൈബിൾ വായിക്കണമെങ്കിൽ, പാട്ട് പാടണമെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കണം. ആ വിദ്യാഭ്യാസം തന്നാൽ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവകാശബോധം നിങ്ങൾ മുമ്പോട്ട് വെക്കും. ഈ അവകാശബോധത്തെ പേടിച്ചുകൊണ്ട് നമ്മുടെ കഴിവിനെ ചൂഷണം ചെയ്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകാം. ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന കക്ഷികളാണ് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരും ഇന്ത്യയിലെ മുഴുവൻ രാജാക്കന്മാരും. അല്ല, ഒരു രാജാവും നാട്ടിൽ ജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഭരിച്ചു എന്ന് തെളിയിക്കാൻ ആർക്കും ആവില്ല. അവരും ജനാധിപത്യത്തെയൊന്നും ഇഷ്ടപ്പെട്ടില്ല. 108 വീത കരമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പിരിച്ചുകൊണ്ടിരുന്നത്. 108 വീത കരം. അവിടെ 108 വീത കരത്തിൽ പല കരങ്ങളുടെയും പേര് പറയാൻ പറ്റില്ല. ഏഴ, കോഴ, അങ്കം, ചുങ്കം, നടക്കരം, മുലക്കരം, തലക്കരം. സ്ത്രീ മാറുമറക്കുന്നതിന് കരമടക്കണമായിരുന്നു. ഉൽപ്പന്നങ്ങൾക്ക് കരമടക്കണമായിരുന്നു. കരം പിരിച്ച് നട്ടലൊടിക്കുന്ന വ്യവസ്ഥ ഇവിടെ നിലനിന്നിരുന്നു. ഒടുക്കം ബ്രിട്ടീഷുകാർ വിഴുങ്ങി നമ്മുടെ നാടിനെ. അതുകൂടി ഒന്ന് പറഞ്ഞിട്ട്, ഈ രാജാക്കന്മാരിൽ 90% പേരും 10% പേര് മുഗളന്മാരാണ്. തദ്ദേശീയരായ ബാക്കി 90% പേര്. പേരുകൊണ്ടെങ്കിലും ഇന്ത്യ ഭരിച്ചവർക്കിടയിൽ ഒരു രാജാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്തീയ പേരുള്ള, ക്രിസ്തീയ പശ്ചാത്തലമുള്ള ആൾ. പേരുകൊണ്ടെങ്കിലും. അത് കേരളത്തിലാണ്. കൊല്ലം ജില്ലയിലെ അഞ്ചുവർണം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു രാജാവുണ്ടായിരുന്നു. വില്ലാർവട്ടം രാജകുടുംബം. ആ കുടുംബത്തിൽ തോമാ രാജാവ് എന്ന് പറഞ്ഞ ആളിനെ നമ്മൾ ലാസ്റ്റ് അറിയുന്നത്. ഈ ഒരു രാജാവിനെ ഒഴിച്ചാൽ ഈ 650 പരം നാട്ടുരാജാക്കന്മാരിൽ ഒറ്റ ക്രിസ്ത്യാനിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്ത് വരുന്നത്. ഒരു കാര്യം പറയാനുണ്ട്. ബ്രിട്ടീഷുകാരിങ്ങനെ നമ്മളറിയുന്ന പോലെ അങ്ങ് ബംഗാളിൽ നിന്ന് സിറാജ് ദൗളയെ തോൽപ്പിച്ച് അതുവഴി കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഒരു നാട്ടുരാജാവ് തോൽക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നറിയണ്ടേ? അടുത്തൊരു നാട്ടുരാജാവ് കയറി അടിക്കാൻ ചാൻസ് ഉണ്ട്. ആ അടിയിൽ ഞാൻ തോറ്റുപോകുമെന്നറിഞ്ഞാൽ ബ്രിട്ടീഷുകാരോട് പറയും, ആ പട്ടാളത്തെ ഞങ്ങൾക്കൊന്ന് വിട്ടുതരണം, ഇന്നൊരു വിഷയമുണ്ട്. ബ്രിട്ടീഷുകാർ പറയും വിട്ടുതരാം, പകരം ഞങ്ങൾക്ക് കപ്പം തരണം, മാത്രമല്ല നിങ്ങളെ ആരടിക്കാൻ വന്നാലും ഞങ്ങളേറ്റു. ഒരുതരം ഗുണ്ടാപ്പണിയാണ് ബ്രിട്ടീഷുകാരും ചെയ്യുന്നത്. ഞങ്ങളേറ്റു, കപ്പം തരണം, നികുതി തരണം. സമ്മതിച്ചു. ഈ കരാറിൽ ഒപ്പിട്ടിട്ട് ബ്രിട്ടീഷുകാരെ ഇവിടെ കൊണ്ടിറക്കും. തൊട്ടപ്പുറത്തെ നാട്ടുരാജ്യം യുദ്ധത്തിന് ഇയാളുടെ വരുമ്പോൾ ബ്രിട്ടീഷുകാർ കയറി അടിച്ച് അവനെ അങ്ങ് ഒതുക്കും. അപ്പോൾ രാജ്യം വലുതായി കഴിയുമ്പോഴേക്ക് അവിടം ബ്രിട്ടീഷുകാരുടെ കയ്യിലിരിക്കും. പിടിച്ചെടുത്തതല്ല, ഇയാൾക്കിത് വേണ്ട, അതവരുടെ കയ്യിലിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തൊരുത്തൻ വന്നിട്ട് പറയും, ദാണ്ട് ഇവൻ അടിക്കാൻ വരുന്നത്, പണ്ടത്തെ സഹായി, അവനിട്ട് 2 കൊടുത്താലോ? ബ്രിട്ടീഷ് പറയും യെസ്, റെഡി. അവർക്കങ്ങനെ സ്ഥായിയായിട്ട് കടപ്പാടൊന്നുമില്ല. അപ്പോൾ തിരിച്ചടിക്കും, എന്നിട്ട് ഇവിടം പിടിക്കും. ഇനി ഇത്രേ ഉള്ളൂ, അടിയൊന്നുമില്ല. അനങ്ങാതെ പോയി കഴിഞ്ഞാൽ നീ രാജാവൊക്കെയാണ്, ഞാൻ പറയുന്ന പോലെ ഭരിച്ചോണം. അങ്ങനെയാണേ അവിടെ ഇരിക്കാം, പേരിന് ഒരു രാജാവ്, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഓരോ രാജ്യങ്ങളെ വിഴുങ്ങി. അപൂർവം ചിലർ തിരിച്ചു നിന്നു. പഴശ്ശി രാജാവിനെ പോലെയും ഝാൻസി റാണിയും ഒക്കെ തിരിച്ചു നിന്നു, അടിക്കാൻ തുടങ്ങി. അതാ പഴശ്ശി രാജാവിൻ്റെ യുദ്ധമൊക്കെ പ്രബലമായിരുന്നു. പഴശ്ശി രാജ തന്നെ ആദ്യം ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നുകൊണ്ട് ടിപ്പു സുൽത്താനെ ആക്രമിച്ച ആളാണ് ഈ പഴശ്ശി രാജ. അതൊക്കെ പോട്ടെ.
പഴശ്ശിരാജൊക്കെ ഇങ്ങനെ ആക്രമിക്കും. ഇവർ മോശപ്പെട്ട മനുഷ്യരല്ല കേട്ടോ, അതിശക്തമായി തിരിച്ചടിക്കാൻ ശേഷിയുള്ള ആളുകളായിരുന്നു അന്നത്തെ ഇന്ത്യക്കാർ. സൈനികരുടെ വേഷം തന്നെ ഭയങ്കരമായിരുന്നു. നല്ല കൊമ്പം മീശ, തലയിൽ വലിയൊരു തലപ്പാവ്, അതിലൊരു രാജമുദ്ര. നമ്മുടെ പട്ടാളക്കാർ ഇങ്ങനെയായിരുന്നു. പക്ഷെ വസ്ത്രം വേണ്ട ഇടത്ത് ഒരു 2 ഇഞ്ച് കനം ഒരു വസ്ത്രം. പട്ടാളക്കാരുടെ വേഷമാണ് പണ്ട് നമ്മുടെ നാട്ടിൽ. മനസ്സിലായില്ലേ? നഗ്നത മറയ്ക്കേണ്ട അടുത്ത് കഷ്ടിച്ചൊരു 2 ഇഞ്ച് തുണി. അവർക്ക് തലയ്ക്കകത്തായിരുന്ന നാണമെന്ന് തോന്നി, ഇങ്ങനെ അങ്ങ് കെട്ടും. പിന്നെ കൊമ്പമീശയുണ്ട്. തന്നെയല്ല, സകല ആയോധന കലകളും അറിയാം. അത് ഞാനിവിടെ ഒന്നും അധികം പറയണ്ടല്ലോ. വലതുകാല് മുമ്പിൽ വെച്ച് ഇടത്തൊഴിഞ്ഞ് വലത്തൊഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ പരിപാടിയെല്ലാം അറിയാം. എന്നിട്ട് സിംഹവടിവിൽ ഗജവടിവിൽ നിവർന്ന് സിംഹത്തഞ്ചം പിടിച്ച് ഇങ്ങനെയൊക്കെ യുദ്ധത്തിന് മുമ്പ് രാഹുകാലം നോക്കണം. പറഞ്ഞല്ലേ, ഇന്ത്യക്കാരെ യുദ്ധം ചെയ്തതിന് മര്യാദയുണ്ട്. ഈ ശത്രുവിനെ വണങ്ങണമെന്നാണ്. ശത്രുവിനെ കണ്ടാൽ ആദ്യം, അത് നല്ലൊരു പരിപാടിയാണ്. നമുക്ക് താല്പര്യമില്ലാത്ത ആളെ കണ്ട അച്ഛാ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഇരിക്കട്ടെ ഒരെണ്ണം. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇരിക്കുന്നു, ഒരെണ്ണം കൊടുത്തേക്കണോ? അതിൻ്റെ ഒരു ആധുനിക വേർഷനാണ്. അതൊക്കെ ആൾക്കാർ പറഞ്ഞു. നമുക്ക് പണ്ടൊരു നല്ല സംസ്കാരം ഉണ്ടായിരുന്നു. അത് ഞാനതൊക്കെ കേട്ടിട്ട് നല്ല സംസ്കാരമല്ലെന്ന് പറയാൻ പറ്റുമോ? എതിരാളി എതിരെ വരുന്നു, ഹായ് സാർ, സാർ ഗുഡ് മോർണിംഗ്, ഇരിക്കട്ടെ ഒരെണ്ണം. അതിൻ്റെ പഴയ രൂപം. വന്ദനമൊക്കെ പറയുന്നു, അടിക്കുന്നു. തന്നെയല്ലേ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുമ്പോൾ സമയം കുറിക്കും എഴുത്തോലയിൽ. സൂര്യനെ വണങ്ങും, ചന്ദ്രനെ വണങ്ങും, മാതാപിതാക്കളെ ഓർക്കും, ഗുരുവിനെ ഓർക്കും. യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോൾ എതിരാളിയെ വണങ്ങും, ഭൂമിയെ വണങ്ങും. എന്നിട്ട് മുമ്പേ പറഞ്ഞ പോലെ ഗജവടിവിൽ നിവർന്ന് സിംഹത്തഞ്ചം പിടിച്ച് ചീറിയടുത്ത് അങ്ങോട്ട് ചെല്ലുകയും ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ സായിപ്പ് തോക്കെടുത്ത് കാച്ചി. അല്ല, മനസ്സിലായോ? ഇന്ത്യ മുഴുവൻ അവൻ്റെ കയ്യിലിരുന്നു. ഇന്ത്യ പോയ വിധം മനസ്സിലായോ? രാഹുകാലം എന്താണെന്നറിയില്ല അവന്, സിംഹത്തഞ്ചം എന്താണെന്നറിയില്ല, ഇടതുകാലിന് വെട്ടി വലതുകാലിന് ഒഴിയേണ്ട എങ്ങനെയാണെന്നറിയത്തില്ല. തോക്കെടുത്ത് കാച്ചി ഇന്ത്യ മുഴുവൻ അവൻ കൊണ്ടുപോയിട്ട് ഇതാരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതാരാ ഇന്ത്യ കൊടുത്ത്? നമ്മളാരാണ്ട് കൊടുത്തോ? നീല കക്ഷികൾ വന്ന് നമ്മൾ ഇന്ത്യ കൊടുത്തു, നമ്മളാ ഇന്ത്യയെ കൊടുത്ത സായിപ്പിന് നമ്മൾ. ഞങ്ങളങ്ങും ഒന്നും ചെയ്തില്ല ചേട്ടാ. ഇത് എന്തോ ചേട്ടനെന്തോ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ആരാ കൊടുത്തേ? ഈ പറയുന്ന 90-ൽ പരം നാട്ടുരാജാക്കന്മാർക്കിടയിൽ ബൈബിളുമായി ബന്ധമുള്ള ക്രിസ്തീയ പേര് പോലുമുള്ള ഒരുത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനും കൊള്ളാവുന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഇതെല്ലാം പോയി. ഇങ്ങനെ പിടിച്ചതായി രാജ്യം മുഴുവൻ അവർ. അപ്പോൾ അവരുടെ കയ്യിലായി. ഇത്രയും പറഞ്ഞതിനാന്നറിയണ്ടേ? അപ്പോഴുണ്ട് കാലം ഒത്തിരി കഴിഞ്ഞ് ബ്രിട്ടീഷുകാരിവിടെ വരുമ്പോൾ ഇവിടുത്തെ പല ആചാര ദുരാചാരങ്ങളും ബ്രിട്ടീഷുകാർ നീക്കി, അല്ലെങ്കിൽ മിഷണറിമാരുടെ സമഫലമായി നീങ്ങി. അങ്ങനെയാണ്. സതി എടുത്താലും വിധവാ പുനർവിവാഹം നടപ്പിക്കുന്നതാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെയാണ്. നേരമില്ല, ഞാനതുകൊണ്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവർ തീർത്ത് ഇതാരെ ഏൽപ്പിക്കണം ഇന്ത്യയുടെ ഭരണം? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇംഗ്ലണ്ടിൽ ഒരു വട്ടമേശ സമ്മേളനം വിളിച്ചു. മഹാത്മജി പറഞ്ഞു, അതിനകത്താരും പോകണ്ട, അങ്ങനെ നമ്മുടെ കാര്യം ഇംഗ്ലണ്ടിൽ പോലും തീരുമാനിക്കണ്ടേ, ഇവിടെ വെച്ച് സംസാരിക്കാമല്ലോ, നല്ല കാര്യം. എന്തോ മഹാത്മജി പറഞ്ഞ ഒന്നും ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ കേട്ടില്ല. അദ്ദേഹം പോയി, ജിന്ന പോയി, അങ്ങനെ പലരും അവിടെ ചെന്നു. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അതിശക്തമായി അംബേദ്കർ ചില വാദങ്ങൾ ഇന്ത്യയിലെ അതിസാധാരണ മനുഷ്യരെപ്പറ്റി ഉന്നയിക്കുകയും അത് ബ്രിട്ടീഷുകാർ അംഗീകരിക്കുകയും ചെയ്യുന്നു വന്നപ്പോൾ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് പാഞ്ഞു തന്നു. രസാവഹമായൊരു കാര്യമുണ്ട്. ആ സമ്മേളനത്തിൽ മഹാത്മജിയും അംബേദ്കറും തമ്മിൽ വലിയ കലഹമായി. അപ്പോൾ മഹാത്മജി പറഞ്ഞു, ഡോക്ടർ അംബേദ്കർ, നമ്മൾ തമ്മിൽ ഇച്ചിരി അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ലണ്ടനിൽ വെച്ച് വേണ്ട, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പോകണം, ഇവിടെ നമ്മളെ രാജ്യത്തിന് വേണ്ടി നിൽക്കണം, കൊളോണിയലിസം നമ്മളെ വിട്ട് പോകണം, ഇവരിന്ത്യ വിട്ട് പോകണം, നമ്മുടെ വെറുപ്പും കാര്യമൊക്കെ പിന്നാട്ടെ, മാതൃരാജ്യത്തിന് വേണ്ടി വാദിക്കണം. ഏതൊരു രാജ്യസ്നേഹിയെയും ത്രസിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് മഹാത്മജി കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ബി ആർ അംബേദ്കർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മഹാത്മജി അങ്ങ് എന്താ പറഞ്ഞേ?
നമ്മുടെ രാജ്യം ഏതാ? നമ്മുടെ രാജ്യം മഹറുകളെന്നറിയപ്പെടുന്ന ഞങ്ങളുടെ നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയണ്ടേ? കഴുത്തിലൊരു കുടം കെട്ടണം. പോകും വഴിക്ക് ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ വഴിയിൽ തുപ്പരുത്, തുപ്പിയാൽ ബ്രാഹ്മൺ സത വഴി വന്നാൽ അശുദ്ധരാകും, ആ സ്ഥലത്ത് നടന്നാൽ എന്നുള്ള ഭീതി നിമിത്തം കഴുത്തിലൊരു കുടം കെട്ടി. കാൽപാദം നിലത്തെ മണ്ണിൽ പതിഞ്ഞാൽ അത് തൂത്തുകളയാൻ അരയിലൊരു ചൂലും കെട്ടി. ഇതുവഴി യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് ലണ്ടന് വരുമ്പോൾ അങ്ങ് ആത്മാഭിമാനം പകർന്നു തന്നാൽ എങ്ങനെ ഒക്കും? അതുകൊണ്ട് എനിക്കൊരു മാതൃരാജ്യം ഇല്ല. വൈകാര്യമായ വാക്കുകൾ വലിയ പ്രശ്നം സൃഷ്ടിച്ചു. അവിടുന്ന് കാലമേറെ കഴിഞ്ഞ് അംബേദ്കർ ഇന്ത്യൻ ഭരണം എഴുതുമ്പോൾ സ്ഥിതി മാറി. ഭരണഘടന തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ ഞങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ യൂണിഫൈ ചെയ്യുന്ന, ഒരുമിച്ച് കൂട്ടുന്ന ഒരു മതസാഹിത്യം ഇന്ത്യയിലില്ല. അത് ഭരണഘടനയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭരണഘടന വന്നപ്പോഴാണ് ആധുനിക ഇന്ത്യയും മാനുഷിക മൂല്യങ്ങളുമൊക്കെ മനുഷ്യന് മനസ്സിലായി തുടങ്ങിയത്. അതുകൊണ്ട് ആ ഭരണഘടനയെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ രാത്രി ഞാൻ കുറേ കാര്യം പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ഭരണഘടന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരാനൊരു കാര്യം, ഇതും പ്രാർത്ഥിച്ച് ഇതിനകത്തെ കാര്യാദികളിൽ ചർച്ച ചെയ്യാൻ ഒരു പാസ്റ്ററും ഉണ്ടായിരുന്നു ഭരണഘടനാ അസംബ്ലി. സന്തോഷമില്ല, എഴുത്തുകാരനല്ല, അരുണാചൽ പ്രദേശുകാരനായ JJM നിക്കോൾസൺ റോയ്. അന്നത്തെ കാലത്തെ BA-കാരനാണ്, അന്നത്തെ കാലത്തെ ബിരുദധാരി. അദ്ദേഹത്തെയും വിളിച്ചു, വിദ്യാഭ്യാസമുള്ളവരെ ക്ഷണിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നൊരു സ്ത്രീ പോയി. 3 സ്ത്രീകൾ, ആകെ 15 സ്ത്രീകളാണ്. അതിൽ 3 പേര് മലയാളികളായിരുന്നു. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്നു JJM നിക്കോൾസൺ റോയ്. മുഴുവൻ പേര് തന്നെ റെവറൻഡ് JJM നിക്കോൾസൺ റോയ് എന്നാണ്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ഒരു പാസ്റ്റർ, ആത്മനിറവ് അനുഭവമുള്ളൊരു പാസ്റ്ററെ. വീണ്ടും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട IPCയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പാസ്റ്റർ K. എബ്രഹാമിൻ്റെ വിവാഹം നടത്തിയ പാസ്റ്റർ ഖാൻ ഉണ്ട്, ഇസ്ലാമിൽ നിന്ന് വന്ന. അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന ആൻഡേഴ്സൺ ചർച്ച് കോഡിലെ ഒരു പാസ്റ്ററായിരുന്ന JJM നിക്കോൾസൺ റോയ് എന്നറിയപ്പെടുന്ന ഒരു കർത്തൃദാസനാണ് ഈ ഭരണഘടനയിലെ സവിശേഷതയാർന്ന ചർച്ചകളിൽ ചെന്ന് ഏർപ്പെടുന്നത്. ആ ഭരണഘടനാ സമിതിയിലെ ഒരു അംഗമാണ് അദ്ദേഹം. ആ പേരുകളൊക്കെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. ആ ഭരണഘടന നിർമ്മിക്കുമ്പോൾ ആ ഭരണഘടനയ്ക്ക് അനുകൂലമായി ഒന്നും സംസാരിക്കാതെ അത് ആവശ്യമില്ല എന്ന് പുലമ്പിയ ആളുകൾ ഇന്ന് സ്ഥിതിഗതികളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഭരണഘടനയാണ് പൗരൻ്റെ അവകാശങ്ങളെ സ്വാധീനിക്കുന്ന, അവകാശങ്ങളെക്കുറിച്ചുള്ള നയപ്രഖ്യാപന രേഖ. ആ ഭരണഘടന സമത്വവും സാഹോദര്യവും സാർവദേശീയമായ അംഗീകാരങ്ങളും മൗലികാവകാശങ്ങളും ഒക്കെ രേഖപ്പെടുത്തുമ്പോൾ ആർട്ടിക്കിൾ 14, 19, 20, 21 ഒക്കെ മനുഷ്യാവകാശങ്ങളുടെ, വിശേഷിച്ച് മതന്യൂനപക്ഷങ്ങളുടെ ഒക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രകീർത്തനം ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ചിന്താപരതയുള്ള മനുഷ്യരുടെയൊക്കെ ഉത്ഭവത്തിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് തിരക്കി ചെല്ലുമ്പോൾ അവിടെ ഈ ബൈബിളിൻ്റെ ഒരു സ്വാധീനത നിങ്ങൾക്ക് കാണാം. എനിക്കതെല്ലാം വിശദീകരിക്കാൻ നേരമില്ല. ഈ യോഗം വെച്ചിട്ട് കുറേ കൂടെ സമയം തരാനുള്ള സൗകര്യം നോക്കണം, വിശേഷിച്ച് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ. ഞാൻ നീട്ടണില്ല. പ്രിയപ്പെട്ടവരെ, എന്തിനാ ഇത്രയൊക്കെ പറഞ്ഞേ? അപ്പോൾ ഈ ജ്ഞാനമന്വേഷിക്കുന്ന മനുഷ്യരെ, അറിവ് തേടുന്ന മനുഷ്യർക്കിടയിൽ അപ്പോസ്തലൻ ചെന്നു. അതിലേക്ക് തന്നെ തിരിച്ചു വരാം. അവരറിവുകളൊക്കെ സ്തംഭിച്ചു. കാരണം അന്നത്തെ വൈദ്യശാസ്ത്രമൊക്കെ കാലഹരണപ്പെട്ടു, അന്നത്തെ മരുന്നുകളൊക്കെ കാലഹരണപ്പെട്ടു. ഈ അരിസ്റ്റോട്ടിൽ തന്നെ ഒരു വൈദ്യനായിരുന്നു. അദ്ദേഹം അന്ന് കണ്ടുപിടിച്ച മരുന്നുകളോ ചികിത്സാക്രമോ ഒന്നും മനുഷ്യർക്ക് ആവശ്യമില്ല. ഇന്ത്യയിൽ രൂപപ്പെട്ട പൗരാണികമായ ഒത്തിരി മരുന്നും ചികിത്സയൊക്കെ ഉണ്ട്. പക്ഷെ കാലഹരണപ്പെട്ടു, അപ്ഡേഷനില്ല. ആധുനിക വൈദ്യശാസ്ത്രം ശക്തിപ്പെട്ടു, പുത്തൻ കണ്ടെത്തലുകൾ വന്നു, മനുഷ്യൻ്റെ രോഗനിർണയത്തിന് ആധുനികമായ സംവിധാനങ്ങൾ വന്നു. ഭയപ്പെടുന്ന പല രോഗങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ പാകത്തിനുള്ള വാക്സിനുകൾ രൂപപ്പെട്ടു. വാക്സിനുകൾ രൂപപ്പെടുക മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന പൗരാണിക ചികിത്സാ രീതി മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ആയുർവേദത്തെടുക്ക, അത് മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ കുഴപ്പമുണ്ടതിന്. എന്താ കുഴപ്പമെന്നറിയാം? ഈ വൈദ്യം നിർവഹിക്കുന്ന ആൾ പലപ്പോഴും ജാതിവാദിയായ ഉന്നത നിലവാരത്തിൽപ്പെട്ട ഒരാളാണ്. മറ്റാർക്കും ആ ജോലി ചെയ്യാൻ പറ്റില്ല. അന്നൊക്കെ അനുവാദമുണ്ട്, എല്ലാവർക്കും എല്ലാ ജോലിയും പറ്റില്ല.
അപ്പോൾ ഇയാൾക്കൊരു രോഗിയെ പരിശോധിക്കണമെങ്കിൽ തൊടാനൊക്കത്തില്ല. അസ്പർശത നിമിത്തം ഡോക്ടറിൽ നിന്ന് ജാതീയ ശ്രേണി അനുസരിച്ച് 32 അടി, 64 അടി, 84 അടി അകലെ ആയിരിക്കും ഈ രോഗി നിൽക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്കൊരു കയ്യാളുണ്ട്, ഇയാൾ ഇവിടെ വരെ വരും, വന്നിട്ട് കാര്യം പറയും, അവൻ്റെ ലക്ഷണമൊക്കെ പോയി നോക്കണം, അവനിങ്ങനെ കണ്ണ് കാണിക്കണം, നഖം കാണിക്കണം, സർവോപരി നാളെന്താന്ന് പറയണം, ജനിച്ച നാളും നക്ഷത്രമൊക്കെ പറയുമ്പോൾ പേരാലും അരയാലും ഒക്കെ അവിടെ നിൽപ്പുണ്ട്, അതിൻ്റെ ചുവട്ടി നിൽക്കാൻ പറയും. എന്നിട്ട് ഇയാൾ ഓലയുടെ പുറത്ത് കുറിച്ച് കൊടുക്കും, കിഴുകാനെല്ലി ഇത്ര, നമുക്കറിയാത്ത കുറേ മരുന്നുകളുടെ പേരും എല്ലാം കുറിച്ചിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് ആട്ടിൻപാലിടിച്ച് അങ്ങനെ കുടിക്കണമെന്നൊക്കെ പറയും. ഇത് ചെയ്തു വരുമ്പോഴേക്ക് ആൾ മരിച്ചു. സംഗതിയൊക്കെ കൊള്ളാം. ഇതിലെ ഭാഷ പോലും മനസ്സിലാവില്ല. ചികിത്സ എല്ലാവർക്കും കിട്ടിയില്ലെന്നാണ്. സംഗതിയൊക്കെ കൊള്ളാം, ഇത് എല്ലാവർക്കും കിട്ടുന്നില്ല കാര്യമുണ്ടോ? മനസ്സിലായില്ല നിങ്ങൾക്ക്? എല്ലാത്തരം മനുഷ്യരെയും മനുഷ്യരായി കാണാത്ത അസ്പർശതയുടെ നാടേ. ആ നാട്ടിലേക്ക് മിഷണറിമാർ ആധുനിക ചികിത്സാരീതി കൊണ്ടുവന്നു. ആ ചികിത്സാരീതി കൊണ്ടുവന്നിട്ട് കുതിരവണ്ടിയിലും കാളവണ്ടിയിലും ഒക്കെ ഈ ഡോക്ടർ വന്നിറങ്ങി ഒരു സ്റ്റെതസ്കോപ്പും തെർമോമീറ്ററും ഡെറ്റോൾ കലക്കിയ വെള്ളവും അന്നത്തെ മരുന്നും ഒക്കെ ആയിട്ട് വന്നു. അപ്പം മനുഷ്യരിങ്ങനെ നിൽക്കുക. ഈ സായിപ്പ് കഴുത്തെ കുടൽ നോക്കിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് രോഗി മാറി മാറി പോകുമ്പോൾ ഡോക്ടർ അദ്ദേഹം പറയും അവിടെ നിൽക്ക് നിർത്തി. അങ്ങോട്ട് ചെന്നിട്ട് ഈ സ്റ്റെതസ്കോപ്പ് കഴുത്തിലേക്ക് വെച്ചിട്ട് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള മനുഷ്യരെ ഇങ്ങനെ തൊട്ട് തൊട്ട് പരിശോധിച്ച് മരുന്ന് കുറിച്ചു. പിന്നാലെ നിൽക്കുന്ന നേഴ്സ് ഈ തെർമോമീറ്റർ വെച്ച് നമ്മുടെ നാവിൽ ഊഷ്മാവ് അളന്നിട്ട് വെള്ളത്തിൽ മുക്കി പഞ്ഞിക്കൊന്ന് ക്ലീൻ ചെയ്ത് അടുത്ത ആളിൻ്റെ നാവിൽ വെച്ചു, അടുത്ത ആളുടെ നാവിൽ വെച്ചു. ഇങ്ങനെ എഴുതി പോകുമ്പോൾ സാഹിബ് എന്ത് ചെയ്തു? സ്റ്റെതസ്കോപ്പ് വെച്ച് ഇങ്ങനെ തൊട്ട് 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 പോയപ്പോഴേ നായരെയും നമ്പൂതിരിയെയും നായാടിയെ സാധാരണ മനുഷ്യരെയും അസ്പർശത ഉള്ളവനെയും ആദിവാസിയെയും ദലിതനെയെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ തന്നെ ഈ സ്റ്റെതസ്കോപ്പ് വെച്ച് തൊട്ടപ്പോൾ അറിയാതെ ജാതി മാറ്റാൻ ശ്രമിച്ച ഉപകരണത്തിൻ്റെ പേരാണ് സ്റ്റെതസ്കോപ്പ്. മനസ്സിലായില്ലേ? അത് വലിയൊരു വിപ്ലവമാണ്. മക്കൾക്ക് ഡോക്ടർമാരാകാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അങ്കിൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഇവിടെ നടന്ന ഏറ്റവും വലിയ നിശബ്ദ വിപ്ലവമാണ് ഈ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെയ്തത്. മനസ്സിലായില്ലേ? നമ്മൾ ഈ കാണുന്നൊന്നുമല്ല ഇവിടെ നടന്ന സംഭവങ്ങൾ. ഇന്ന് നിങ്ങൾ ഒരു ആയുർവേദ വൈദ്യനെയോ ഹോമിയോ ഡോക്ടറെയോ അതല്ലെങ്കിൽ യുനാനി ചികിത്സകനെയോ പ്രകൃതി ചികിത്സകനെയോ ചെന്നാൽ അവൻ 1.5 മണിക്കൂർ ഇംഗ്ലീഷ് മരുന്നിൻ്റെ കുറ്റമാണ് പറയുന്നത്. എൻ്റെ ചേട്ടാ ഇങ്ങേരെ മരുന്ന് ഇതാ, എന്തിനാ പാരസെറ്റമോളിൻ്റെ കുറ്റം പറഞ്ഞവിടെ ഇരിക്കുക. എന്നിട്ടും ഇവർക്ക് ശ്വാസം മുട്ട് വരുമ്പോൾ യോഗ പഠിക്കുകയല്ല, പോയിട്ട് നേരെ ക്യൂ നിന്ന് സംഗതിയുടെ കിടപ്പുണ്ടോ? അതല്ല യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നേ. എന്നാൽ പിന്നെ ഇങ്ങനെ ശ്വാസം വലിച്ചു വിട്ട് ശ്വാസപ്പെരുക്കം കൊണ്ട് നിന്നാൽ പോരെ? അതൊന്നുമല്ല, നേരെ പോയേക്കുക. എന്താ കാര്യം? ആധുനികമായ ചികിത്സാരീതി ലോകത്തെ മാറ്റിമറിക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ, വാക്സിനുകൾ ഇവയൊക്കെ രൂപപ്പെട്ടു. അപ്പോൾ എന്തിനെ ഇത്ര ഞാൻ പറഞ്ഞെന്നറിയണ്ടേ? സുവിശേഷം ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൻ്റെ പലയിടങ്ങളിൽ രൂപപ്പെടുത്തിയ ആ മാറ്റത്തിൻ്റെ മാറ്റലിയുടെ ശക്തി എന്തെന്ന് പറയാനാ? ഇരുളിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത് സാർവത്രികമായ മാറ്റങ്ങൾ വരുത്താൻ ഈ സുവിശേഷത്തിൻ്റെ ശുഷ്കാന്തി, അതിന് പിന്നിൽ അണിനിരന്നവരുടെ എത്ര ഇടപെടലുകൾ നിങ്ങൾക്കറിയാൻ സാധിക്കണം. അതുകൊണ്ട് ഒരുവൻ യേശുവിനെ അംഗീകരിക്ക വഴി സാംസ്കാരിക ചിത്തതയുടെ പുത്തൻ മണ്ഡലങ്ങളുടെ വ്യവഹരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അത് മനുഷ്യനെ പരിഷ്കരിക്കുന്ന മാർഗമാ, മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാർഗമാ. മതജീവിയാക്കുന്നതിനപ്പുറത്ത്, മതത്തിന് വേണ്ടി കൊല്ലാൻ നടക്കുന്നതിനപ്പുറത്ത്, ദഹിപ്പിക്കാൻ നടക്കുന്നതിനപ്പുറത്ത്, ആയുധം രാഗമിനുക്കി അവരുടെ തലയെറുക്കാൻ നടക്കുന്ന മാർഗത്തിനപ്പുറത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ സാധാരണ അവസ്ഥയിലേക്ക് ഇറങ്ങി അവനെ കഴുകി ശുദ്ധീകരിച്ച് മനുഷ്യനാക്കുന്ന ഉജ്ജ്വല പ്രക്രിയയാണ് സുവിശേഷത്തിൻ്റെ വാഗ്ദത്തം. അതുകൊണ്ട് ഈ ക്രൂശിനെ അവിടെ ഉയർത്തിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ഈ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇടർച്ച. അത് ഇന്നും തീർന്നിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിവിടെ ബോംബുണ്ടാക്കുന്നില്ല, ആയുധം ഉണ്ടാക്കുന്നില്ല, സെക്രട്ടേറിയറ്റ് സംഭവിപ്പിക്കുന്ന പ്രകടനമില്ല, അടിയും വഴക്കുമില്ല. പക്ഷേ എല്ലാവരും നമ്മളുടെ എതിര്. ഇതെന്താ കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? യഹൂദന്മാർക്ക് ഇടർച്ച, യവനന്മാർക്ക് ഭോഷത്വം. പക്ഷെ ഞങ്ങൾ ക്രൂശിനെ പ്രസംഗിക്കുന്നു, ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്തും. ആ ക്രൂശിലേക്കാണ് ഞാൻ ഇനി വരുന്നത്. യൂതന്മാരുടെ ചിന്ത മനസ്സിലായി, ഗ്രീക്കുകാരുടെ ചിന്ത മനസ്സിലായി. ഇനിയുള്ളത് ഈ ക്രൂശിനെ കുറിച്ചുള്ള പ്രസംഗ വിഷയമാണ്. എന്താണ് ഈ ക്രൂശ്?
കുത്തനെ നിർത്തിയതും വിലങ്ങനെയുള്ളതുമായ 2 തടിക്കട്ടകളുടെ പേരാണ് ക്രൂശ്. ഒരു തെറ്റ് തിരുത്തിക്കണം ആദ്യം. ഈ ക്രൂശ് എന്ന് പറയുന്ന സാധനം നമ്മൾ പലരും കണ്ടു പരിചയിച്ച ഈ ചതുരത്തിൽ വെട്ടിക്കീറി വൃത്തിയാക്കി തച്ചുശാസ്ത്ര വിദഗ്ധന്മാർ ഉളിയും ചിന്തീരും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനോഹര രൂപമേ അല്ല. കണ്ട് ഉരുളൻ തടികളാണ്. ഗ്രീക്കിൽ ഇതിന് പറയുന്നൊരു പേരുണ്ട്, സ്റ്റാൻലി കേട്ടിട്ടുണ്ടാവും, സ്റ്റൗറോസ്. അങ്ങനെ പാട്ടുകാരുണ്ടല്ലോ അല്ലേ, സ്റ്റൗറോസ്. എൻ്റെ അർത്ഥം തന്നെ കുരിശെന്നല്ല, ദണ്ഡനത്തടി, ദണ്ഡനസ്തംഭം. ആ ദണ്ഡനസ്തംഭം ആണി പോലും അടിച്ച് യോജിപ്പിക്കുകയല്ല, കയറ് കെട്ടുക പതിവ്. അതിനെ കുത്തനെയുള്ള തടിക്കൊരു പേര് പറയും സിംപ്ലക്സ്. വിലങ്ങൻ തടിക്കൊരു പേര് പറയും പാറ്റീബുലം. ഈ സിംപ്ലക്സ് ക്രൂശ് തന്നെ ചുമക്കണ്ട, അതവിടെ നേരത്തെ എത്തിച്ചിരിക്കും, ആ ക്രൂശിരിക്കുന്ന ഇടത്ത് അതവിടെ ഉണ്ട്. ഈ വിലങ്ങൻ തടി മാത്രം ചുമന്നാൽ മതി. അത് ഈസി അല്ല. ഒരു തടിക്കട്ട വെട്ടി തോളിലേക്ക് വെച്ചിട്ട് കൈ 2 അതിൽ കൂട്ടി കെട്ടുകയാണ്. ഈ കയറടിച്ചാണ് അവിടെ ചെന്ന് ക്രൂശ് തന്നെ റെഡിയാക്കുന്നത്. അത് എക്സ് പോലെ കെട്ടും. അതിലാണ് മനുഷ്യനെ ക്രൂശിക്കുന്നത്. ഈ ക്രൂശ് മരം ചുമക്കണം. ഇനിയുണ്ട് ചില രീതികൾ. നമ്മളിപ്പലരും കണ്ടു പരിചയിച്ചതുപോലെ ഈ കയ്യിൽ ആണി അടിക്കുന്ന ഏർപ്പാടും ഇല്ല. കൈവെള്ളയിൽ, ഈ കൈവെള്ളയിലല്ല ആണി അടിക്കുന്നത്. ചുമ്മാ അടിക്കല്ല, മറിച്ച് ഈ ക്രൂശിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ്റെ അരികിലേക്ക് അപ്പോത്തിക്കരി അല്ലെങ്കിൽ വൈദ്യൻ വന്നു ഇയാളെ ക്രൂശിലേക്ക് പിടിച്ച് കിടത്തി 3 പേർ കൈകാലുകളിങ്ങനെ വലിച്ചു പിടിക്കും. വൈദ്യനിങ്ങനെ ഞരമ്പ് കെട്ടുകളിലൂടെ വിരലോടിച്ചു വന്ന് ഒരു നിർദ്ദിഷ്ട സ്ഥാനത്ത് ഈ ഭാഗത്തായി കൈ തൊടും. അവിടെ ഒരു കറുത്ത മഷിക്കടയാളം കൊടുക്കും. ഇവിടിങ്ങനെ 2 കൈക്കും കാലിനും. ക്രൂശിക്കാൻ നിയോഗിക്കപ്പെട്ട ആരാച്ചാർമാർ 3 പേർ വരും. അവർ കയ്യിൽ ചതുരവടിവുള്ളൊരു തരം ആണി കരുതിയിരിക്കും. അതിൻ്റെ ഒരു ഭാഗം മുഴച്ചു നിൽക്കും, മറുഭാഗത്ത് നല്ല മുനയാണ്. ഈ 3 പേരും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരേ സമയത്ത് മൗനം അവലംബിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ കുറ്റപത്രം ജനങ്ങളെ വായിച്ചു കേൾപ്പിക്കും. നസ്രായനായ യേശു എന്ന താങ്കൾ റോമൻ ഭരണകൂടത്തിന് വിപരീതമായി കൈസർക്ക് നികുതി കൊടുക്കരുതെന്ന് പ്രസംഗിക്കുകയും 100 കുറ്റങ്ങൾ അങ്ങനെ ക്രിസ്തുവിൽ ചുമത്തിയിട്ട് പറയും. അതുകൊണ്ട് നിങ്ങളുടെ സകല അപ്പീലുകളും തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളെ ക്രൂശിക്കാൻ ബഹുമാനപ്പെട്ട പൊന്തിയോസ് പിലാത്തോസിൻ്റെ കോടതി ഉത്തരവായിരിക്കിയാൽ ഇന്നേ ദിവസം അത് നടപ്പിലാക്കുന്നു. റോമാ കൈസർ ജയിക്കട്ടെ എന്ന് ജനമുച്ചത്തിൽ പറയുമ്പോൾ ഒരേ സമയത്ത് 3 ആളുകളും ഈ ആണി കുത്തിയിറക്കണം. ചോര മുഴുവൻ വാർന്നു പോകും. അതിന് മുമ്പൊരു സംഭവമുണ്ട്. ചാട്ടവാറിനടിക്കും. എന്നിട്ടാണ് ഈ വിലങ്ങൻ തടി തോളിലേക്ക് എടുത്ത് വെക്കുന്നത്. ആ അടിക്ക് പോലും ഒരു രീതിയുണ്ട്. ക്രൂശിക്കപ്പെടാൻ കൊണ്ടുവരുന്നവനെ കൽത്തളത്തിൽ കമഴ്ത്തിക്കിടത്തി 5 അടി ഒരാൾ ഇങ്ങനെ അടിക്കും, ഒന്നിടവിട്ട ഒരാൾ 5 അടി ഇങ്ങോട്ടും, അങ്ങനെ 10 അടി. 2 പേരുടെ ജോലി തീർന്നു. ആളിനെ മലർത്തിക്കിടത്തി വീണ്ടും അടിക്കും. ഒരാൾ ഒന്ന്, അടുത്തയാൾ മറ്റൊന്ന്, അങ്ങനെ 10 അടി. ഇപ്പോൾ 20 എണ്ണം കഴിഞ്ഞു. അവരുടെ ജോലി തീർന്നു. വീണ്ടും കമഴ്ത്തിക്കിടത്തി അടുത്ത 10 അടി തിരിച്ച്. ആദ്യം അടിച്ചത് ഇങ്ങനെയെങ്കിൽ ക്രോസ് ഇങ്ങോട്ടടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. വീണ്ടും മലർത്തിക്കിടത്തി നെഞ്ചിലും അകത്തടുത്ത 10 അടി. 40 അടി കഴിഞ്ഞു. ആളിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ റിബൺ ചുരുട്ടി മാറ്റുന്നത് പോലെ തൊക്കുരിഞ്ഞു മാറ്റാം. ശരീരമാസകലം വീണ അടിയുടെ പാടുകൾ ഒരു നീർച്ചാലുഴുത് അല്ലെങ്കിൽ വയലുഴുത് മരിക്കുമ്പോൾ കാണുന്ന പാടുപോലെ അതിനാ പ്രവാചകൻ പറയുന്നത് അവൻ്റെ പുറം ഉഴവുചാൽ പോലെ കീറി. ഭയാനകമായ ശിക്ഷയ്ക്ക് ശേഷം തോളിലേക്ക് ഇതെടുത്തു വെക്കും. എന്നിട്ട് അവിടെ കൊണ്ടെല്ലും ഈ കയറഴിക്കും, കുരിശ് സജ്ജീകരിക്കും, എന്നിട്ട് അതിലേക്ക് ചേർത്ത് പിടിക്കും. ഇങ്ങനെ കുരിശിലേക്ക് ആണി കുത്തിയിറക്കി തടിയുടെ ഒപ്പം എത്തുമ്പോഴേക്കും രക്തം പൂർണ്ണമായി വാർന്നു പോകാൻ അനുവദിക്കും. കാരണം ഞരമ്പ് കെട്ടുകൾ വന്ന് സന്ധിക്കുന്ന ഇടമാണിവിടം, റിസ്റ്റ്. ഇവിടെ തന്നെയാണ് കുത്തിയിറക്കുന്നത്. ഈ ചോര മുഴുവൻ വാർന്നുപോയി എന്ന് ഏകദേശം ഉറപ്പായാലുടൻ നിശ്ചിത സമയം കണ്ട് 3 ആളുകളും സിഗ്നൽ കൊടുത്തുകൊണ്ട് ഒരേ സമയം ഇതൊന്ന് തിരിക്കും. ചതുരവടിവ ഇത് തിരിക്കുമ്പോഴേക്കും ഞരമ്പുകൾ സ്ട്രക്കായി കഴിയും.
എന്നിട്ട് ചുറ്റികയ്ക്ക് അടിച്ചടിച്ചടിച്ച് തടിയിലേക്ക് ഇറക്കും. എന്നിട്ട് ക്രൂശിക്കാൻ കുഴിയിലേക്ക് എടുത്തു വെക്കും. കാലിലും അതുപോലെ അടിച്ച് ഇറക്കി വയ്ക്കും. കുറ്റസംഗതി മുകളിൽ തൂക്കിയിടും. ഇങ്ങനെ കിടക്കുന്ന മനുഷ്യനെ ഞരമ്പ് കെട്ടുകൾ സ്തംഭിച്ചിരിക്കുക കൊണ്ട് അവശേഷിക്കുന്ന രക്തത്തുള്ളികൾ ശരീരത്തുണ്ടെങ്കിൽ പോലും ആ രക്തസംക്രമണം നടക്കില്ല. അപ്പോൾ ശരീരത്തിൽ ഓക്സിജൻ കിട്ടില്ല, പ്രാണവായു കിട്ടാതെ ഈ കിടക്കുന്ന മനുഷ്യൻ ശരീരത്തിൽ വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യും. കറുത്ത് കരിവാളിച്ചൊരു ഭീകര രൂപിയെപ്പോലെ അവിടെ കിടക്കും. മരണവും പെട്ടെന്ന് കിട്ടില്ല. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായി. ആ സമയത്തൊന്നും മരണം കിട്ടുന്നില്ല. മറ്റൊരുവൻ്റെ ചരിത്രം സ്ട്രാബോ എന്ന റോമൻ ചരിത്രകാരൻ പറയുന്നത് 7 ദിവസം വരെ മരിക്കാതെ ക്രൂശിൽ കിടന്ന മനുഷ്യരുണ്ടെന്നാണ്. ക്രിസ്തുവല്ല. ഈ കിടക്കുന്ന മനുഷ്യരുടെ ശരീരം കൊത്തിത്തിന്നാൻ കാക്കകൾ വരും, കഴുകന്മാർ വരും. കഴുകനും കാക്കയും കൊത്തിപ്പറിച്ച് മാംസളമായ ശരീരഭാഗം കവിളും വൻകുടലും ചെറുടലും വയറുമൊക്കെ കൊത്തിപ്പൊളിക്കും. താഴെ കൂർന്നു വീഴുന്ന മാംസം ഭക്ഷിക്കാൻ വേണ്ടി കാക്കകൾ, നരിച്ചീറുകൾ, കടവാതിലുകൾ പറന്നെത്തും. താഴെ വീണ മാംസത്തുണ്ടുകൾക്ക് വേണ്ടി കുറുനരികൾ ഓലിയിടും, നായ്ക്കൾ ഓടി വരും. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ഭീകരവും ബീവത്സവുമായ ഒരു സംഭവമാണ് ക്രൂശെങ്കിൽ. ആ ക്രൂശിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകന്മാർ പറയുക, ഈ ക്രൂശും ക്രൂശിക്കപ്പെട്ടവനും ഞങ്ങളുടെ പ്രശംസയാണ്. ഈ ക്രൂശിക്കപ്പെട്ടവനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ഈ ക്രൂശിക്കപ്പെട്ടവനിലൂടെയാണ് മനുഷ്യരാശിയുടെ ജയം. അവന്റെ രക്തത്തിൽ നമുക്ക് പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഏകദേശം നിങ്ങൾക്ക് ആ ക്രൂശ് മരണത്തിൻ്റെ ഭീകരത പിടികിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുമ്പുള്ളൊരു നീതി നിഷേധം കാണിക്കാം. ഒരു മതകോടതിയിൽ കൊണ്ടുവന്നു സന്നിധി 2 എടുത്തിട്ട് വിചാരണ ചെയ്തിട്ടും കുറ്റമൊന്നും പറയാൻ പറ്റണില്ല. അപ്പോൾ നേരെ ഗവർണർ അരികിലെത്തി. അയാൾ റോമക്കാരനാണ്, പേര് പീലാത്തോസ്. ഈ പീലാത്തോസ് ഈ കേസ് എടുത്തിട്ട് ഇത് ദുർബലമാണ്. കാരണം എന്താ? ഇതൊരു മതവിഷയമാണ്. ദേവാലയം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നോ, ഇവൻ ദൈവമാണെന്ന് പറഞ്ഞെന്നോ, ദൈവമാണെന്ന് പറഞ്ഞതിന് കൊല്ലേണ്ട കാര്യം പറഞ്ഞോളൂ, അതിനൊരു ശിക്ഷ കൊടുത്താൽ മതി. പീലാത്തോസ് ഇതാകെ പഠിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മതവിഷയമല്ലേ, ഇപ്പം ഞാൻ ഡീൽ ചെയ്ത കൂല, കൊണ്ടുപോക്കോ. എവിടെയാ? രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പം രാജാവും ഉണ്ട്, ഗവർണറും ഉണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര അടിയാണ്. ഉണ്ട്. ഈ ഗവർണറും ഭരണകൂടവും തമ്മിലുള്ള അടിയൊന്നും പുതിയ സാധനമല്ല, പണ്ടേ അടിയാണ്. എവിടെ ഗവർണറുണ്ടോ അവിടെ പ്രശ്നമാണ്, പണ്ട് മുതലേ, ബൈബിൾ മുതലേ പ്രശ്നം. അവർ ബൈബിൾ എഴുതി വെച്ചിരിക്കില്ലേ, ചുമ്മാ പറയുന്നില്ല. അവർ തമ്മിൽ അതുവരെ വൈരമായിരുന്നു. ക്രൂശിക്കാൻ നേരം അവരെ മൊത്തം. മനസ്സിലായില്ലേ? പണ്ടത്തെ സംഭവം ഇത്, ഇത്രയും പഴയ സംഭവമാണ്. ഇനി താഴേക്കിട്ടപ്പോൾ പുള്ളിക്കാരനോർത്ത് കൊണ്ടോ, എന്നെ സുപ്രീം കോടതിയായിട്ട് അംഗീകരിച്ചല്ലോ രാജാവ്. ഇവൻ അങ്ങോട്ട് വിട്ടപ്പോൾ പുള്ളി ഓർത്തുവാ, എന്നെ മൈൻഡ് ചെയ്തില്ലെന്ന് ഓർത്ത് പുള്ളിക്ക് സന്തോഷം. ഈ ചരിത്രം പറയുന്നത് ഈ പീലാത്തോസ് ഒരു മദ്യപാനിയായിരുന്നെന്നാണ്. മദ്യപിച്ചടിച്ച് കോണം തെറ്റി വിധി പറയാനിരിക്കുക. നോക്കണേ. അപ്പോൾ പുള്ളി മദ്യപാനിയാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഹാൻസ് വെക്കുന്ന ആളാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. വേറെ കാര്യം അന്ന് അതിനകത്ത് കൂട്ടിച്ചേർക്കണ്ട. പണിയില്ലാത്ത ഒത്തിരി കക്ഷികൾ പണ്ടും ഉണ്ടായിരുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ പണം കൊണ്ട് മദ്യപിക്കുകയോ ഹാൻസ് വെക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇത്തരം ടീമുകൾ പണ്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടക്കുക. ഇതേക്കെ ഈ വിചാരണ എല്ലാം ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്തു? അങ്ങനെയാണോ ക്രൂശിക്കുക? ഉത്തരവിട്ടു. പക്ഷേ രസകരമായ കണ്ട് പീലാത്തോസിൻ്റെ നട്ടലൊടിക്കുന്ന ഒരു വാദം അവിടെ നടക്കണം. പീലാത്തോസിൻ്റെ കോടതിയിൽ നിന്നുകൊണ്ട് യേശുവിനോട് പീലാത്തോസ് ഒരു ചോദ്യം, ഞാൻ പല പ്രസംഗത്തിൽ അത് പറയാറുണ്ട്, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. യേശുവിനെ പ്രതികൂട്ടി നിർത്തി. യേശുവിനോടൊരു ചോദ്യം, തലയിൽ മുൾക്കിരീടവും വെച്ച് അങ്കി പുതച്ച് പരിഹസിച്ചൊരു ചെങ്കോലും കൈ കൊടുത്തു. നമ്മളിൽ ഒരാളെ ഇങ്ങനൊരു സമൂഹത്തിൽ നിർത്തിയാലുള്ള സ്ഥിതി ആലോചിച്ചേ. ഇത്രയൊന്നും വേണ്ടെന്നേ. ഉടുപ്പ് വലിച്ചീരി നിങ്ങളെ വഴി കൂടെ കൊണ്ടുപോകാനുള്ള സ്ഥിതി ആലോചിച്ച്. ഭീകരമല്ലേ? അങ്ങനെ കൊണ്ടുപോവാ. ഇന്നലെ വരെ ഒരു സെലിബ്രിറ്റിയായി ലോകം കണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്ന ഒരുവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചിട്ട് ഉടുപ്പൂരി വലിച്ചു കീറി നാമാവശേഷമാക്കിയിട്ടേ
ശരീരമാസകലം അടിച്ച് മുറിവേൽപ്പിച്ചിട്ട് കൊണ്ടു നിർത്തുമ്പോൾ ശരീരം തകർന്നു, മനോനില തകർന്നു, എല്ലാ വിധത്തിലും മാനസികമായി തകർത്ത് അങ്ങനെ കൊണ്ട് നിർത്തിയ ഒരുവനൊരു ചോദ്യമാണ്. ഭയന്നു പോകും. ആരും കീഴടങ്ങുന്നൊരു സ്ഥലമാണ് കോടതി. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ലേ, കാര്യം ഇതൊക്കെ പറഞ്ഞാൽ ഈ കോടതിക്കകത്ത് കയറി ചെല്ല് തല കറങ്ങി വീഴുന്നുണ്ടോ? ചുമ്മാതാന്ന് എല്ലാവർക്കും അറിയാം. അയാൾക്കൊരു കുഴപ്പവും ഇല്ലെന്ന് കോടതിക്കും അറിയാം, സർക്കാരിനും അറിയാം, പോലീസിനും അറിയാം, ദൈവത്തിനും അറിയാം, പിശാചിനും അറിയാം, അവനും അറിയാം. കാരണം ഈ പറയുന്നവർ എളുപ്പമല്ല. നേരെ പോയി റിമാൻഡിൽ കിടക്കണം. കളിയങ്ങ് മാറും. പേടിയാ. പീലാത്തോസ് യേശുവിനെ പ്രതിക്കൂട്ടി നിർത്തി. യേശു ഇങ്ങനെ നിൽക്കുക. ഒരു ചോദ്യം. ഓ യേശൂസ് നാസറിൻ, നസ്രായന യേശുവേ, ലഗോ യേശൂസ്, അല്ലയോ യേശു പറഞ്ഞാലും. ഓ യേശൂസ് നാസറിൻ ലഗോ അഹൈമീ ബെസേലിയൂസ് യേശൂസ്. അയാൾ പറഞ്ഞ ഭാഷ ഞാൻ പറഞ്ഞെന്നുള്ളൂ, ക്ഷമിക്കണം. നസ്രായനായ യേശുവേ, പറയൂ, താങ്കൾ രാജാവാണോ? നമ്മളിലാണെങ്കിൽ പറയണേ, അച്ഛാ ഞാൻ പ്രസംഗിച്ചപ്പോൾ രാജാവാണെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ ഉദ്ദേശിച്ച പോലെ അല്ല, അതിൻ്റെ അർത്ഥവും അങ്ങനല്ല. ആൾക്കാരെ കൂടിയപ്പോൾ എനിക്കൊരു ആവേശമൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയച്ചാ, അച്ഛൻ തന്നെയാണ് രാജാവ്. എന്തൊരു കലയാണ് മുഖത്ത്. പാടി പുകഴ്ത്തി പ്രകീർത്തിച്ച് അവിടുന്ന് പോരാനുള്ള കേസേ ഉള്ളൂ. ഈ പുകഴ്ത്തി പറഞ്ഞാൽ മിക്ക ആളുകൾക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് പീലാത്തോസ് പറയും, ആ പോക്കോ, ഇനി ഒറ്റ ഒരാളിവിടെ നിൽക്കരുത്, പുള്ളി പറഞ്ഞല്ലോ, ഇനി പിരിയാം. കോർട്ടാ, അത്രേ ഉള്ളൂ. തന്നെ യേശു പുകഴ്ത്തിയെന്ന് കേട്ടാൽ നിസാര കാര്യമാണോ? പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ നിന്നുകൊണ്ടേ സ്തുതിപാഠകനായി നിന്ന് പീലാത്തോസിൻ്റെ മുമ്പിൽ പ്രാണന് വേണ്ടി കഞ്ചാൻ വന്നല്ല യേശു. പീലാത്തോസിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യേശു തിരിച്ചൊരു പ്രയോഗം. ഓ പീലാത്തോസ് റോമൻ പ്രൊക്യൂറേറ്റർ, എയ് മീ പീലാത്തോസ്, എയ് മീ, ഞാനാകുന്നു പീലാത്തോസ്, ഞാനാകുന്നു. ദിഗന്ധങ്ങൾ നെടുങ്ങുന്ന ആ ശബ്ദം ഇന്ന് രാത്രി ആവേശഭരിതമാക്കി ജനഹൃദയങ്ങളെ വീണ്ടും ചടുലമായ അനുഭവത്തിൽ ഹൃദയത്തെ ആനന്ദതുന്തിലമാക്കുന്നുണ്ട്. ആ ശബ്ദം വീണ്ടും പ്രവാചകൻ വെളിപ്പാടുകൾ പറയുക, രാജാതി രാജാവും കർത്താതി കർത്താവുമെന്ന് മേലെടുത്തുള്ള ഒരു നാമം ഞാൻ അവൻ്റെ ഉടുപ്പിന്മേൽ കണ്ടു. അവരെയാ ഇന്ന് രാത്രി കർത്താതി കർത്താവായി ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയുന്നത്. മറ്റൊരുവരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അന്നെങ്ങാനും ക്ഷമാപണം ചെയ്ത് കീഴടങ്ങിയിരുന്നെങ്കിൽ ഈ സുവിശേഷ യോഗത്തിന് 26 വയസ്സ് പ്രായമുണ്ടാകുമായിരുന്നില്ല. നിങ്ങളും ഞാനിവിടെ വരുമായിരുന്നില്ല. ആ മരക്കുരിശിൻ്റെ മുമ്പിലും കാരിരുമ്പിൻ്റെ മുമ്പിലും അടിപതറാത്ത കരുത്തിൻ്റെ പേരാ ക്രിസ്തു, തകർന്നടിയാത്ത ധൈര്യത്തിൻ്റെ പേരാ ക്രിസ്തു, തലകുനിക്കാത്ത ആത്മാഭിമാനത്തിൻ്റെ പേരാ ക്രിസ്തു, എവിടെയും കീഴടങ്ങാത്ത യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ്റെ ഗർജനത്തിൻ്റെ പേരാ സുവിശേഷം. ഞങ്ങൾ ഇന്ന് ആത്മാഭിമാന പുരസരം വീണ്ടും പറയുന്നു. രക്ഷ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ മാത്രം, രക്ഷ അവിടുത്തെ തിരുരക്തത്തിലൂടെ മാത്രം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ ഇതിന് ശേഷം പീലാത്തോസ് ഒന്നുകൂടെ രക്ഷിക്കാൻ അവസാന ശ്രമ, യേശുവിനെ രക്ഷിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നത്. അവസാന ശ്രമം എന്നുണ്ടെങ്കിലും ചോദിച്ചു, ഇതൊക്കെയാണെങ്കിലും നിന്നെ രക്ഷിക്കാനും വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ടെന്നറിയാമല്ലോ. അതൊക്കെ ഉണ്ട് എന്ന് പറയേണ്ടവർ യേശു പറഞ്ഞെന്നറിയണ്ടേ? അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. ഉണ്ട് സാറേ, ഉണ്ട്, അതെനിക്കറിയാം. അങ്ങനല്ല. അവൻ്റെ മുഖത്തോട്ട് നോക്കിക്കോട്ടെ, ഹേയ് ഇല്ലടാ വച്ചേ, മുകളിൽ നിന്ന് കിട്ടിയില്ലേ നിനക്കെന്ത് അധികാരം? എന്തൊരാത്മാഭിമാന പുരസരം അവിടെ നിൽക്കുന്ന യേശു. നിങ്ങളെത്ര ചാട്ടക്കടിച്ചാലും എത്ര കാരിരുമ്പ് കാട്ടിയാലും ഏത് മരക്കുരിശ് കാട്ടിയാലും അടിപതറാത്ത ഒരുത്തനിവിടെ നിപ്പുണ്ട്. ആ ധൈര്യമാണ് ഇന്ന് രാത്രി നിങ്ങളിലും എന്നിലും വ്യാപരിക്കേണ്ടത്. മരണഭയമുള്ളവർ, ഭീതിയുള്ളവർ, നാളെയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർ മുമ്പിൽ ഈ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, അപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ ധൈര്യം ദൈവകൃപയായി, ആത്മാഭിഷേകമായി, ദൈവ സാന്നിധ്യമായി നമ്മുടെ ഇടയിൽ വാഴട്ടെ, നമ്മളിൽ ഒന്ന് വ്യാപരിക്കട്ടെ. നമ്മൾക്കൊരു പുത്തൻ ഉണർവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. ഈ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ വഴി. ക്രൂശെടുത്തു.
ഈ ക്രൂശ് എടുത്തുകൊണ്ട് പോവാണ്. ഏച്ചും പിറച്ചൊക്കെ വീഴുന്നുണ്ട്. അപ്പം അവിടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട്, ഒരു അന്ധവിശ്വാസം. ഈ ക്രൂശിക്കാൻ ഉത്തരവിട്ട ശേഷം ആരെങ്കിലും ഈ ക്രൂശിൽ തൊട്ടാൽ ആ കുടുംബത്ത് ശാപം വരും, ആ വീട്ടിൽ നിന്നൊരു മരണം ഉറപ്പാണ്. എങ്ങനെ? ക്രൂശ് മരണം. നമ്മളാരും കെട്ടി തൊട്ടാൽ. അതുകൊണ്ട് ഇത് അടുത്തോട്ട് വരുമ്പോൾ മനുഷ്യൻ മാറി മാറിപ്പോവും. ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ക്രൂശിക്കും. സമയത്തിന് നടപ്പിലാക്കണം ക്രൂശീകരണം. കടികാരമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തത്തില്ല. അപ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് ചോദ്യം വരും. ഈ പോക്ക് പോയാൽ അവിടെ എത്തുകയില്ല. അപ്പോൾ പുള്ളിക്കാരൊന്ന് ആരെങ്കിലും ഒരാൾ ഇതൊന്ന് ചുമന്നാൽ നിന്നവരൊക്കെ പതുക്കെ അങ്ങോട്ട് മാറി പോകാൻ തുടങ്ങുമ്പോൾ ഒരാൾ പറഞ്ഞു, സാറേ ഇതേ ഒരു മനുഷ്യൻ പണി കഴിഞ്ഞൊരു അടിമ വരുന്നുണ്ട്. അടിമയാണ്. അപ്പോൾ ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, അവനെ വിളി. കാരണം ഏത് ശാപം അവൻ്റെ മണ്ടേ കയറിയാൽ പിന്നെ ആർക്കും തടസ്സമില്ലല്ലോ. ഇനി വിളി. വയലിൽ നിന്ന് പണി കഴിഞ്ഞ് വരുന്ന, കഷ്ടപ്പെട്ട് വരുന്ന ഒരു മനുഷ്യൻ, അലക്സാണ്ടറുടെയും രൂഫോസിൻ്റെയും അപ്പനായ ശിമോൻ എന്നവൻ്റെ പേര്. ശിമോനോട് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇവിടെ വാ. വന്നു. യജമാനനെ പറയൂ, ഈ തടിയെടുക്ക്. അവൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച. ഒരു മനുഷ്യൻ്റെ പുറത്ത് തോളിൽ ഈ തടി അഴിച്ചു. അകത്ത് കിടക്കുന്ന ക്രിസ്തു അവിടെ നിന്ന് തല ഉയർത്തി ഇവൻ്റെ തോളിലേക്ക് തടി വെച്ചു. തോളിൽ തടി വെച്ച് അവനെ നടക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആകാംക്ഷ കൊണ്ട് അവൻ അവിടേക്ക് നോക്കുമ്പോൾ ഉണ്ട് ഒരു ബോർഡും കൊണ്ടൊരുത്ത് നിൽപ്പുണ്ട് അപ്പുറത്ത്. ഇതേ തറയ്ക്കാനുള്ള ബോർഡാണ് ക്രൂശിൽ. കുറ്റസംഗതി: ഈസൂസ് നാസറിൻ റക്സ് യുഡായോറം. നസ്രായനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. ഈ മനുഷ്യൻ യേശുവിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ആദ്യം കാണുക. കടലിൻ മീതെ നടന്ന, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ, യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചവനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ പുഞ്ചിരി തൂകുന്നവനായി, സുസ്മേരവധനനായി, ക്രൂശുമെന്തി ശരീരമാസകലം ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ആ വ്യക്തി തന്നെയാണ് ക്രിസ്തു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരം. അവൻ്റെ 2 മക്കളോടത്തുണ്ട്, രൂഫോസും അലക്സാണ്ടറും. കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ട്. ആ കുഞ്ഞുങ്ങളിൽ ഒരാൾ ക്രൂശിക്കപ്പെടുമെന്നാണ് നാട്ടിലെ വിശ്വാസം. ആളുകൾ അടക്കം പറയാൻ തുടങ്ങി, പാവം അവനൊരു അടിമയാണ്, അവൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരാൾ ക്രൂശിക്കപ്പെടുമല്ലോ. എന്തൊരവസ്ഥയാണ്. ചിലവരൊരു അടിമയല്ലേ, പോട്ടെ. പക്ഷെ ഇവനെ ഇതൊന്നും ബാധിച്ചില്ല. അവൻ ശ്രദ്ധിച്ച ഒറ്റ കാര്യം മാത്രം: അരുമനാഥ, ഒരു കുറ്റവും ചെയ്യാത്ത നിൻ്റെ ക്രൂശ് ഒരു സെക്കൻഡ് എൻ്റെ തോളിലിരുന്നാൽ, നിൻ്റെ വേദനയുടെ ഒരളവ് അടിയനെ ഒന്ന് വഹിക്കാൻ ഒരവസരം കിട്ടിയാൽ, ഞാനിതാ ഈ തോള് നിനക്ക് വിട്ടുതരും. ഇന്ന് രാത്രി ആർക്ക് മനസ്സുണ്ട് ഈ തോൾ ഇങ്ങനെ യേശുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ? ചിലരൊക്കെ എന്തെങ്കിലും കിട്ടുമെന്നോർത്ത് വന്നതാ. ഇവൻ ക്രൂശ് വേന്തി അങ്ങോട്ട് നടക്കുമ്പോഴേ ഞാൻ പറയും, പത്രോസ് ഇത് നിനക്ക് വെച്ചതാ, യോഹന്നാൻ നിനക്ക് വെച്ചതാ, അന്ത്രയോസ് നിനക്കുള്ളതാ. പാവപീഠത്തിലിരുന്ന് അപ്പം ഭക്ഷിച്ചേ അനവധി നാളുകൾ കാത്തുകാത്തിരുന്നേ നിനക്ക് കിട്ടേണ്ട ക്രൂശിത ഒരർഹതയുമില്ലാത്ത ഒരുത്തൻ വന്നെടുക്കുമ്പോൾ ലോകം പറയും അതേ ശാപമാ. പക്ഷെ എടുത്തവൻ പറയും ശാപമല്ല. ജീവിതത്തിൽ എന്തെങ്കിലും ആയെങ്കിൽ ഈ ക്രൂശ് എടുത്തതാ എൻ്റെ ജീവിതത്തിന്റെ മഹത്വം, ഈ ക്രൂശിനെ അറിഞ്ഞതാ എൻ്റെ ജീവിതത്തിന്റെ ശക്തി. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. ഈ തോള് വിട്ടുകൊടുക്കാൻ ഈ രാത്രി ഗ്രാമത്തിൽ ആര് തയ്യാറെടുക്കും? നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുക, ദേശം അനുഗ്രഹിക്കപ്പെടുക. ഇതുവരെ നാളുകളായി അഭിവരിച്ചുകൊണ്ടിരുന്ന ജീവിത വ്യതകളും വേദനകളും ഇതാ ഉരുകിപ്പോകുന്നൊരു മനോഹര രാത്രി നിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയുക, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ ചുവരിലേക്ക് ക്രൂശെടുത്തു വെച്ചവൻ നടക്കുക. 2-3 ഇവിടെ നടന്നപ്പോൾ യേശു എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, അതിങ്ങിതാ. സ്വന്തം തോളിലേക്ക് യേശു ക്രൂശെടുത്ത് വെച്ചിട്ട് നന്ദി പുരസരം അവനെ ഒന്ന് നോക്കി. ഇന്നുവരെ അവൻ കൊടുത്ത ശീലമേ ഉള്ളൂ. ആഹാരമാണെങ്കിലും സൗഖ്യമാണെങ്കിലും
ജീവിതത്തിൽ ആദ്യമായി ഒരുത്തൻ യേശുവിൻ്റെ ക്രൂശ് ഇളവേൽക്കാൻ സ്വന്തം തോളങ്ങ് വെച്ചു കൊടുത്തപ്പോൾ അവൻ്റെ മുമ്പിൽ നന്ദിയോടെ കൃതജ്ഞതയോടെ നിൽക്കുന്നവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. തൻ്റെ നാമത്തിൽ ഒരു തുള്ളി തണ്ണീർ കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കൊടുക്കുന്ന ഒരുത്തൻ, ഈ ക്രൂശ് ചുമക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരുത്തന് വേണ്ടി ഇവരെ നിൽക്കുന്ന മഹാദൈവത്തിൻ്റെ പുത്രൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യം ഒരു പുത്തൻ അനുഭവമാകട്ടെ, പുത്തൻ വിടുതലാകട്ടെ. പ്രിയരേ, ഞാനതിനെ നീട്ടണില്ല. ഇതിന് ശേഷം അയാൾ വീട്ടിൽ ചെന്നു. അതെൻ്റെ സങ്കല്പമാണ്. കുട്ടികളുമുണ്ട്. കുടിലും ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഡീ ഇന്നൊരനുഭവം പറയൂ. യേശുവിനെപ്പറ്റി നീ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരിക്കൽ നമ്മൾ കാണാൻ പോകാനിരുന്നതല്ലേ? അതെ. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ ക്രൂശിച്ചു. അവൾ അമ്പരപ്പോടെ കേട്ടിരിക്കുമ്പോൾ പറയാ, പക്ഷെ എനിക്കൊരാനന്ദം ഉണ്ടായി. എന്താ അത്? അവൻ്റെ മാരകമരക്കുരിശി ഒരു വേള ഞാൻ ഈ ചുമലിലേറ്റി. എന്തൊരു സംതൃപ്തി! അപ്പം കഴിക്കുന്നതിനേക്കാൾ സംതൃപ്തിയാ 5 അപ്പം വിഭജിച്ചു കൊടുത്തപ്പോൾ കഴിച്ചവന് കിട്ടിയേക്കാൾ സംതൃപ്തിയാ കടലും മീതെ നടക്കുന്ന കണ്ടപ്പോൾ ആരവാരം മുഴക്കുന്നവന് കിട്ടിയ സംതൃപ്തിയേക്കാൾ വലുതാ എനിക്ക് ക്രൂശ് എന്ന് ചുമലിലെടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ആനന്ദം. അങ്ങോട്ട് പങ്കിട്ടിട്ട് പറയാ, പിഞ്ചോമനുടെ കൈപിടിച്ച് ഞാൻ വരുമ്പോൾ നാട്ടുകാർ പറയുക, ഇതിലൊരുത്തനെ ക്രൂശിക്കും. ആ ഭാര്യ പറഞ്ഞു കൊടുത്തു, നടക്കട്ടെ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ചേറുപുരണ്ട വയലിലെ പണിയെടുത്ത് അന്നം വിളയിച്ചിട്ട് ആരാലും പ്രശംസിക്കപ്പെടാതെ അവിടെ ഒടുങ്ങിത്തീരേണ്ട ജന്മമല്ലേ. ഒരു നീതിമാന് വേണ്ടി അങ്ങ് ക്രൂശ് ചുമക്കാൻ തോള് വിട്ടുകൊടുത്തെങ്കിൽ അതൊരു ഭാഗ്യമാണ്. അത് യാഥാർത്ഥ്യമായി. എങ്ങനെയാ സംഭവം തീരുന്നറിയണ്ടേ? കാലമേറെ കഴിഞ്ഞപ്പോൾ ഈ രൂഹോസ് എന്ന് പറയുന്ന പയ്യനില്ലേ, അലക്സാണ്ടർ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ രൂഹോസിൽ മാത്രം കേന്ദ്രീകരിക്കാം. ഈ രൂഹോസ് എന്ന് പറയുന്ന ആ നാട്ടിലെ അടിമയില്ലേ, അയാൾ ചരിത്ര പ്രസിദ്ധമായ എഫെസോസ് സഭയുടെ പരമാധികാരിയായി മാറി, പരമാധ്യക്ഷനായി മാറി. ഈ വർത്തമാനം തിരിച്ചറിഞ്ഞ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുക, കർത്താവിൽ പ്രസിദ്ധനായ രൂഹോസ്, അവന് വന്ദനം ചൊല്ലണം, എൻ്റെ അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനത്തിൽ തൻ്റെ തൂലിക അതിശക്തമായി ചലിപ്പിക്കപ്പെടുമ്പോൾ വചനം കേൾക്കുന്ന പ്രിയരെ, ക്രൂശ് ചുമക്കാൻ ഒരാളിന്ന് ഹൃദയം വിട്ടുകൊടുത്താൽ, ജീവിതം വിട്ടുകൊടുത്താൽ ഒരനുഗ്രഹം നിങ്ങളെ കാത്തിരിക്കുന്നു. സന്തോഷമുണ്ടോ? നമ്മൾ പലതും കിട്ടാനാണ് വന്നതെങ്കിൽ എനിക്ക് നീ ക്രൂശ് ചുമക്കാനൊരു അനുമതി നീ തരുമെങ്കിൽ, നമ്മുടെയൊക്കെ ആയുസ് എണ്ണപ്പെട്ടതല്ലേ സഹോദര. അങ്ങയ്ക്ക് വേണ്ടി ക്രൂശ് ചുമക്കാൻ, അങ്ങയ്ക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കാൻ, അങ്ങയുടെ മകനാകാൻ, മകളാകാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ആർക്കാഗ്രഹമുണ്ട്? ദൂരത്തും ചാരത്തുമിരുന്ന് ഈ സന്ദേശം കേട്ടവർക്കിടയിൽ മക്കൾ രൂഹോസിനെ പോലെ അനുഗ്രഹിക്കപ്പെടാൻ, ഈ ദേശത്തേറ്റവും അപഹസിക്കപ്പെട്ട വ്യക്തി നിങ്ങളാകാം. ഒരു വിലയും നിലയുമില്ലെന്ന് കരുതി തള്ളിക്കളഞ്ഞ വ്യക്തി നിങ്ങളാകാം. പക്ഷെ നിന്റെ നില മാറും, സ്ഥിതി മാറും, പദവി മാറും. ഈ ക്രൂശ് ചുമക്കാൻ ധൈര്യത്തോടെ മുമ്പോട്ട് വാ. ആ തോൾ വിട്ടുകൊടുക്ക്. നിങ്ങൾ സമ്പാദിച്ചതും നിങ്ങൾ ചെയ്തെടുത്തതും ഒക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ അടിവരയിട്ട് നിങ്ങളെ തള്ളിയ മണ്ഡലത്തിൽ എല്ലാ സാധ്യതകളെയും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ആർക്കായി ജീവിക്കുന്നു എന്ന് പറയുന്നുവോ ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തക്ക വിധത്തിലേക്ക് നിങ്ങളുടെ ജീവിത രീതികളെ മാറ്റിമറിക്കുന്ന ആത്യന്തികനായ ദൈവം. എനിക്ക് യേശുവിനെ അനുഗമിക്കണം, എനിക്ക് യേശുവിൻ്റെ പൈതലാക്കണം. അക്രമ മാർഗങ്ങളോട് വിട പറയണം, മദ്യത്തോട് വിട പറയണം, തിന്മകളോട് വിട പറയണം. എനിക്ക് യേശുവിനെ അനുധാവനം ചെയ്യണം. ഞാൻ പണ്ടേ അതൊക്കെ ചെയ്തു. സ്നാനമേൽക്കണം, യേശുവിൻ പൈതലാകണം. എനിക്ക് സ്നാനമേറ്റൽ മാത്രം പോരാ, സ്നാനമേറ്റവരുണ്ടാകുമല്ലോ. എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം, എനിക്ക് യേശുവിനായി പാടണം, യേശുവിനായി നിലകൊള്ളണം. ഹല്ലേലൂയ. ആർക്കാഗ്രഹമുണ്ട്? അല്ലല്ല, ഞാൻ ജീവിതത്തിൻ്റെ വലിയൊരു വ്യഥയില്ല, എനിക്കൊന്ന് അതിജീവിക്കണം. ഓരോ ദിവസം കഴിയുന്തോറും കുരുക്ക് മുറുകി വിടുതലില്ലാത്തൊരനുഭവത്തിൻ്റെ ഏകാന്തതയിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. ഐ വാണ്ട് ടു ബി ഫ്രീ. എനിക്കൊന്ന് രക്ഷപ്പെടണം. ആർക്കാഗ്രഹമുണ്ട്? ഒരു തുള്ളി മദ്യത്തിലാകാം നിങ്ങൾ ബന്ധിക്കപ്പെട്ടത്. അതല്ലെങ്കിൽ
വിവരിക്കാനാവാത്ത ദുരൂഹമായ ചില കടപ്പാടുകളിൽ, കെട്ടുകളിൽ നിങ്ങൾ പെട്ടുപോയിരിക്കുക. ഈ ചിലന്തി വലകൾ പൊട്ടിച്ചൊനിക്കുന്ന പുറത്ത് ചാടണം. പ്രാർത്ഥിക്കണോ നിങ്ങൾക്ക് വേണ്ടി? മാരക രോഗത്തിൻ്റെ ഭീഷണിക്ക് നിങ്ങൾ വശംവദരാകാം. മരണഭയം നിങ്ങളെ വേട്ടയാടുന്നുണ്ടാകാം. ഇതാ പ്രവർത്തിക്കുന്ന യേശു. ആ യേശുവിനെ ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നരുളിയ യേശുവിൻ്റെ കൃപ ആവരിക്കട്ടെ. അങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. കഴിഞ്ഞ 2 രാത്രികൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കായി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കൈകളെ ഉയർത്താം. ഉയർത്തിയ കരങ്ങളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു യുവ സഹോദരൻ കരമുയർത്തുന്നു, മറ്റാരുണ്ട്? ചില സഹോദരിമാർ കരമുയർത്തുന്നു, മറ്റാരുണ്ട്? ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഭവനങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കരമുയർത്താം. ഞങ്ങൾ കാണുന്നില്ലെങ്കിലും കർത്താവ് ആ കരത്തെ കാണുന്നു. സകലതും അറിയുന്നവൻ ആ കരം കാണുന്നു. കരങ്ങളെ താഴ്ത്തിടാ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, ഞങ്ങൾ തിരുസന്നിധി അണയുന്നു. കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശത്തെ തൊടണം. ആവശ്യകതകളിൽ കൂടെ ഇരിക്കണം. കർത്താവരെ രൂപപ്പെടുത്തണം. നിൻ്റെ കൃപ അവരിൽ വ്യാപരിക്കണം. രോഗികൾ, അശരണർ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർ, മദ്യാസക്തിക്ക് അടിമപ്പെട്ടവർ, വിടുതലില്ലാതെ ഭാരപ്പെടുന്നവർ കരം വെച്ച് അനുഗ്രഹിച്ച് വിടുതൽ കൊണ്ട് കൽപ്പിക്കുവാൻ യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തു വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും വന്ദനം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.